ഹായ് ഫ്രണ്ട്സ്, മുല്ലപ്പെരിയാർ അണക്കെട്ട് 1886 ഒരു കരാർ പ്രകാരം, അതും ലോകത്ത് എവിടെയും കേട്ടിട്ടില്ല, 999 വർഷത്തിലേക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നു. ഈ ഒരു കരാർ കാരണം കേരളത്തിലെ ജനങ്ങളാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. കാരണം തലയ്ക്ക് മുകളിൽ ഒരു ജലബൊമ്മായി മുല്ലപ്പെരിയാർ അങ്ങനെ നിൽക്കുമ്പോൾ, 130 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ, അതെടുത്ത് പറയേണ്ട ഒരു സംഗതിയാണ്, നിൽക്കുമ്പോൾ ഭയത്തോടെയാണ് ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തില് മുല്ലപ്പെരിയാർ അണക്കെട്ടിനോട് ചേർന്ന് കേരളം ഒരു മെഗാ കാർ പാർക്കിംഗ് പദ്ധതി ആരംഭിച്ചു. ഇത് തങ്ങളുടെ സ്ഥലമാണ് എന്നുള്ളൊരു ആവശ്യം തമിഴ്നാട് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചു. അതിന്റെ വാദം സെപ്റ്റംബർ 30 സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. പക്ഷെ ആ ഒരു വാദം ഡിസംബർ 9 മാറ്റി. ആ വിവരം ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. 4 ആഴ്ചത്തെ സമയവും കൊടുത്തു കേരളത്തിനും തമിഴ്നാടിനും മതിയായ രേഖകൾ സമർപ്പിക്കാൻ. അതങ്ങനെ നിൽക്കുകയാണ്. ഡിസംബർ 9 വരെ നമ്മൾ കാക്കുന്നില്ല. കാരണം നമ്മൾക്കറിയാം, ഡാമിന്റെ സുരക്ഷാ സംവിധാനം പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി നമ്മൾ കേരളം സമർപ്പിച്ച ഒരു ഹർജിയിൽ തമിഴ്നാട് പറഞ്ഞിരുന്നത് 2026 സുരക്ഷ ചെക്ക് ചെയ്താൽ മതി എന്നായിരുന്നു. ആ ഒരു വാദം സുപ്രീം കോടതി തള്ളിയത് 2025 ആക്കിയിട്ടുണ്ട്. എന്നിട്ടും ഡാമിനെ കാഴ്ചയിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു റിപ്പോർട്ട് വന്നു. അതൊക്കെ നമ്മളെ വളരെ ദുഃഖത്തിലാഴ്ത്തിയതാണ്. പക്ഷേ പ്രാഥമികമായ റിപ്പോർട്ട് വന്നിട്ടില്ല. എന്താണെങ്കിലും നമ്മളുടെ എല്ലാ ആഗ്രഹം ഇന്റർനാഷണൽ റിലയബിലിറ്റി സയൻസിൽ വന്ന് പരിശോധിക്കണമെന്നായിരുന്നു. അല്ലാതെ ഇന്ത്യയിൽ നിന്നുള്ള ആരും പരിശോധിച്ച് നല്ല റിപ്പോർട്ട് കിട്ടുമെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. ഇതിനൊന്നും നിൽക്കാതെ ലക്ഷങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഒക്ടോബർ 9 രാവിലെ 10 മണിക്ക് എറണാകുളം ഹൈക്കോടതി ജംഗ്ഷൻ മുതൽ ആരംഭിക്കുന്ന ഒരു ജാഥ നവംബർ 10 രാവിലെ 11 മണിക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന കുമളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ധർണ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആളുകൾ മാക്സിമം പങ്കെടുക്കുക. കാക്കനാട്, ആലുവ, പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ വഴി മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന കുമളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടക്കും. രാവിലെ 11 മണിക്കായിരിക്കും. കേരളത്തിൽ ആദ്യമായി മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിൽ ഈ വിഷയത്തിൽ നടക്കുന്ന പരിപാടിക്കൊപ്പം വെള്ളിയമറ്റം, ഉപ്പുതറ, ഏലപ്പാറ, വണ്ടിപ്പെരിയാർ എന്നീ പഞ്ചായത്ത് പടിക്കലും ധർണ നടത്തുന്നതായിരിക്കും. അതിനുശേഷം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ഷൻ പ്ലാൻ പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്രാഥമിക ചുമതല റെക്കോർഡ് ചെയ്യാനുള്ള നിവേദനം പഞ്ചായത്ത് അധികൃതർക്ക് നൽകും. ഇടുക്കി ജില്ലാ കളക്ടർക്ക് ദുരന്ത നിവാരണ സമിതി അധ്യക്ഷ എന്ന നിലയിൽ നിവേദനം നൽകും. ഇടുക്കിയിൽ തുടങ്ങുന്ന ഈ സമരം സെക്രട്ടേറിയറ്റ് പടിക്കലേക്കും രാജ്ഭവനിലേക്കും ഡൽഹിയിലെ ചെങ്കോട്ടയിലേക്കും വ്യാപിപ്പിക്കാനാണ് മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ കഴിയുന്ന ആൾക്കാർ മാക്സിമം ഈ ഒരു ജാഥയിൽ പങ്കെടുക്കാൻ സഹകരിക്കുക. മാത്രമല്ല, ഇനിത് നമ്മുടെ എല്ലാവരുടെയും ഒരു 4 ജില്ലകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല, കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ ഒരു ആവശ്യമാണ് സുരക്ഷ എന്നുള്ളത്. ജീവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാവരുടെയും ഒരു ആവശ്യം. അത് വളരെ നല്ല രീതിയിൽ തന്നെ, കാരണം നമ്മൾ പല നടപടികൾക്ക് വേണ്ടിയും ഉത്തരവിന് വേണ്ടിയും കാത്തു നിൽക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഓരോ മഴക്കാലം വരുമ്പോൾ എല്ലാവരും പേടിക്കും. മഴക്കാലം മാറുമ്പോൾ ആ പേടിയൊക്കെ പോകും. പക്ഷെ അങ്ങനെ ആവാൻ പാടില്ല. മഴക്കാലത്ത് മാത്രം പേടിക്കേണ്ട ഒരു കാര്യമല്ല. ഇത് എന്നും നമ്മളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ജലബോംബാണ് എന്നുള്ളൊരു സത്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറ്റാവുന്നവർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ മുമ്പിൽ ജലബോംബായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണം. അതിനുവേണ്ടി എല്ലാവരും ഒന്നിക്കണം. ആ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. മാത്രമല്ല, ഈ വീഡിയോ മാക്സിമം നിങ്ങൾ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക. എത്രത്തോളം ആളുകളെ കൂട്ടാൻ പറ്റും അത്രത്തോളം ആളുകൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സഹകരിക്കുക. എറണാകുളം, ഒന്നുകൂടി ഞാൻ പറയാണ്, ഒക്ടോബർ 9 രാവിലെ 10 മണിക്ക് എറണാകുളം ഹൈക്കോടതിയിൽ നിന്ന് തുടങ്ങുന്ന വാഹന ജാഥ ഒക്ടോബർ 10 രാവിലെ 11 മണിക്ക് കുമളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ധർണ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പറ്റാവുന്ന ആൾക്കാർ മാക്സിമം പങ്കെടുക്കുക. വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. നമുക്ക് എത്ര മീഡിയാസ് വന്ന് റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ എത്രമാത്രം ഈ ഒരു ജാഥ എത്രമാത്രം ആളുകൾ എടുക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ നമ്മൾ സാധാരണക്കാര ജനങ്ങൾ, ഈ ഒരു സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണം. മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. പറ്റാവുന്ന ആൾക്കാർ എല്ലാവരും തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.